ദേവൻ എന്ന ബാലൻ ഒരു ചെറിയ ഗ്രാമത്തിലായിരുന്നു ജനിച്ചത്. വിദ്യാഭ്യാസം അവനത്ര ലഭ്യമായിരുന്നില്ല. വീട്ടിൽ വലിയ സമ്പത്തില്ല. എന്നാൽ ഹൃദയത്തിൽ വലിയ രീതിയിലുള്ള സ്വപ്നങ്ങളുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും പഠിക്കണം, അതുപോലെ ഉയരണം, കുടുംബത്തിനും സമൂഹത്തിനും വളരെയധികം സഹായകരമായ ഒരാളാവണം എന്നൊക്കെയായിരുന്നു അവൻ്റെ ഉള്ളിലെ ചിന്തകൾ. 10ാം ക്ലാസ് എഴുതിയപ്പോൾ എല്ലാ ചിന്തകളും കൊണ്ട് ഭയം നിറഞ്ഞു. ഞാനൊക്കെ പാസ്സാകുമോ? പണത്തിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ട് ഇനിയുള്ള പഠനം തുടരാനാവുമോ? ചുറ്റുമുള്ള എല്ലാവരും പറഞ്ഞു, ഇതൊക്കെ ഉപേക്ഷിച്ചാൽ നീ നന്നാവും, വേറെ ജോലി നോക്കൂ. പക്ഷേ അതൊന്നും കേൾക്കാൻ അവൻ തയ്യാറായില്ല. അവൻ ഉറച്ചു വിശ്വസിച്ചു, വെളിച്ചം കിട്ടണമെങ്കിൽ നിഴലിൽ നിന്നും കടക്കേണ്ടി വരും. അവൻ രാത്രിയിൽ ഉറക്കമില്ലാതെ ഇരുന്ന് പഠിച്ചു. പകലുകളിൽ ചെറിയ ജോലികൾ ചെയ്തു. അതുകൊണ്ട് കിട്ടിയ പണം സൂക്ഷിച്ചു വെച്ച് പുസ്തകങ്ങൾ വാങ്ങി അവൻ പഠിച്ചു. അവൻ ആരും അത്ഭുതപ്പെടുന്ന മാർക്കോടെ പാസ്സായി. പിന്നീട് സ്കോളർഷിപ്പുകൾ നേടി, കോളേജിലും അഡ്മിഷൻ നേടി. ഓരോ ഘട്ടത്തിലും അവൻ വളരെ നല്ല രീതിയിൽ പ്രയാസം അനുഭവിച്ചു. പക്ഷെ ഒറ്റക്കെട്ടായ രീതിയിൽ അവൻ പരിശ്രമിച്ചു. വർഷങ്ങൾക്കു ശേഷം ദേവൻ മികച്ച ഒരു ശാസ്ത്രജ്ഞനായി തൻ്റെ ഗ്രാമത്തിൽ തിരിച്ചെത്തി. സൗജന്യ കോച്ചിങ് സെന്റർ തുടങ്ങി. തൻ്റെ ചരിത്രം അനേകം കുട്ടികൾക്ക് പ്രചോദനവും ഭാവിയും നൽകി. നമ്മൾ ഇതിൽ നിന്നും എന്താണ് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, പ്രതിബന്ധങ്ങൾ നമുക്ക് നേരിടാനായി വരുന്ന പരീക്ഷകളാണ്. അതിൽ നിന്നും പാഠം നേടി മുന്നോട്ട് പോവുക. വിശ്വസിച്ചാൽ നീയാവും കഥയിലെ ഏറ്റവും വലിയ നായകൻ.